സർ, CPM പ്രതിപക്ഷത്തായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൾക്കും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകേണ്ടി വരുമോ, അതോ ഉത്തരം നൽകേണ്ടി വരുമോ, അതോ ലാവ്ലിൻ കേസ് പോലെ എങ്ങും എത്താതെ നിലനിൽക്കുമോ? യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് മുഖ്യമന്ത്രിക്കെതിരായ കേസുകളൊന്നും കേരളത്തിലല്ല. അത് ഡീൽ ചെയ്യുന്ന കേരളത്തിലെ ഏജൻസീസുമല്ല. കേരളത്തിലെ ഏജൻസീസിന് അതിന് വലിയ പങ്കില്ല. ഇതുവരെ മുഖ്യമന്ത്രിക്കെതിരായി വന്നിട്ടുള്ള ലാവ്ലിൻ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ മറ്റ് അതുമായി ബന്ധപ്പെട്ട കേസുകൾ സുരേഷ് ഉന്നയിച്ച ED, CBI ഒക്കെയാണ്. അതുപോലെ SFIO പോലെയുള്ള ആളുകളാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസുകൾ. അപ്പോൾ ആ കേസുകളിൽ എന്ത് സ്വീകരിക്കും എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ്. അല്ലാതെ കേരള ഗവൺമെന്റ് ഇപ്പോൾ ഒരാൾ വന്നാൽ കേരളത്തിലെ പോലീസിന് വേണമെങ്കിൽ അതിനെ സഹായിക്കാം. അപ്പൊ ശബരിമല കേസ് കൃത്യമായി കേരളത്തിലെ പോലീസിന് കൈകാര്യം ചെയ്യാം. കേരളത്തിലെ പോലീസ് കുറച്ചുകൂടി ഫ്രീ ആവും. പക്ഷെ അങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ചെയ്തുകൂടാ എന്നില്ല. മുഖ്യമന്ത്രിയിൽ എത്തിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് കടകംപള്ളി സുരേന്ദ്രൻ വരെ എത്തിക്കൂടായികയും ഇല്ല. ഇപ്പൊ കഴക്കൂട്ടത്ത് കടകംപള്ളി തോൽക്കുകയും, ജയിച്ചാൽക്ക് ഒരു ഏറിയ മാർജിൻ ഉണ്ട്, തോൽക്കുകയും അവിടെ ഇത് ഹൈക്കോടതിയാണല്ലോ. ഇപ്പൊ ഇതുവരെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഹൈക്കോടതി കേസ് അന്വേഷിക്കുന്ന SIT സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും അവരുടെ ബോസ് പിണറായി വിജയൻ തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞാലും. കാരണം പോലീസിന് ഓടിക്കേറി ചെന്ന് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ പരമാവധി സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് കേസ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ പലരും സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് കേസ്. ആ സ്ലോയിങ് ഡൗൺ ഉണ്ടാവില്ല, അത് ഫാസ്റ്റ് ആവും. കാരണം ഇനി അവർക്ക് ഫാസ്റ്റ് ആവണമല്ലോ. കാരണം ഇവരെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഫെബ്രുവരിയിൽ കൊള്ള ചെയ്ത ആളുകളെ ജയിലിടുന്നു ഇവരുടെ ആവശ്യമാണല്ലോ, ഇവരുടെ മുദ്രാവാക്യമാണല്ലോ, UDF മുദ്രാവാക്യമാണല്ലോ. UDF ആ മുദ്രാവാക്യത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ശബരിമല കേസിലെങ്കിലും. കാരണം അവർക്കത് വളരെ നിർണായകമാണ്. അങ്ങനെ വന്നാൽ ആ കേസിൽ ചിലപ്പോൾ അല്പം പുരോഗതി ഉണ്ടായേക്കാം. മറ്റ് അഴിമതി കേസുകളിൽ പുരോഗതി ഉണ്ടാവുമോ എന്നുള്ളത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് കുറെ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട്. അഴിമതി കേസൊക്കെ അന്വേഷിക്കും. അതോ ഊരാളുങ്കലിനെ നമുക്കറിയാം, ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരുന്നപ്പോഴും ഊരാളുങ്കലിനെ ഓർഡർ കൊടുത്തിരുന്നു. അതുകൊണ്ട് അപ്പൊ കാരണം ഇത് അഴിമതി പങ്കുവെക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയാൽ മതി എന്നുള്ളതാണെങ്കിൽ ചന്ദ്രശേഖരന്റെ കേസും അതുപോലെ തന്നെയാണ്. അത് ഇതുമായിട്ട് എന്താ പറയാ, നമ്മുടെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരുമായിട്ട് അത് സെറ്റിൽമെന്റ് ആയത്. അതിന് മുകളിലേക്ക് പോയ തിരുവഞ്ചൂർ തന്നെ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, മുകളിലേക്ക് പോയ കേസ് എവിടെ എത്തില്ല, അതുകൊണ്ട് കിട്ടിയവരെ ശിക്ഷിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് അത് സംഭവിക്കാം. ഇനി മറ്റ് കേസുകൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കേന്ദ്രത്തിന്റെ കീഴിലുള്ള കേസുകൾ, ആ കേസുകൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അവിടെ BJPയുടെ രാഷ്ട്രീയം എങ്ങനെ പ്രവർത്തിക്കും നോക്കേണ്ടി വരും. ഉദാഹരണത്തിന് CPM പ്രതിപക്ഷത്താണ്. CPMനെ അങ്ങ് തകർക്കാൻ BJP തീരുമാനിച്ചു. CPMനെ തകർത്താൽ സ്വാഭാവികമായ വോട്ടുകൾ ഇനി വരിക BJPയിലേക്കാണ്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ BJPയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു ഇസ്ലാമോഫോബിക് അവരുടെ ഇടയിൽ പടർത്തിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ടും BJP അങ്ങനെ ഒരു ശ്രമം ഇതുവരെ ചെയ്യാത്തതിന്റെ കാര്യം ഇതിനു മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം UDFന് കിട്ടുള്ളൂ. കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇനിയിപ്പോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്ത 2036 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. ഇനി കാവിലെ പാട്ട് മത്സരം ഇനി അടുത്ത വർഷം ഉണ്ടാവില്ല. അപ്പൊ എന്തുവരെന്ന് വെച്ചാൽ BJP സംബന്ധിച്ചാൽ അങ്ങനെയാണ് അവർ ആലോചിക്കുന്നതെങ്കിൽ കൃത്യമായും പിണറായി വിജയനെയും അല്ലെങ്കിൽ CPM ബന്ധപ്പെട്ട ആളുകളെയും കുടുക്കുകയും കേസിൽ അവരെ പ്രതികളാക്കുകയും, ലാവ്ലിൻ കേസ് തന്നെ വിചാരണയ്ക്ക് എടുത്താൽ മതി. അവിടെ വിചാരണയിലൊന്നും 10-15 കൊല്ലമായിട്ട് വിചാരണ നീണ്ടുപോകല്ലേ, കേസ് എടുക്കുന്നില്ല. CBI വേണ്ടാന്ന് പറയല്ലേ. CBI നാളെ വേണം എന്ന് തീരുമാനിച്ചാൽ അത് വിചാരണ എടുത്താൽ പിണറായി വിജയൻ വിചാരണ നേരിടേണ്ടി വരും. വിചാരണ നേരിടേണ്ടി വന്നാൽ പിണറായി വിജയന്റെ കാര്യം പ്രശ്നമാണ് ലാവ്ലിൻ കേസിൽ. അതുപോലെ പല കേസുകളും. അതിപ്പോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1 വർഷത്തേക്കുള്ളിൽ ജയിലിൽ കിടന്നു. മുഖ്യമന്ത്രി ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. മനസ്സിലായി? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ എത്ര കാലം ജയിലിൽ കിടന്നു? മുഖ്യമന്ത്രി ചോദ്യം ചെയ്തിട്ടില്ല ഏജൻസി. അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു തെറ്റ് ചെയ്തെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ ചെയ്തു, അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയോട് ചോദിക്കാമല്ലോ, താൻ ഇതൊക്കെ കണ്ടിരിക്കുകയല്ലായിരുന്നു, തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ ഇത്, താൻ എന്താ അനുവദിച്ചതാണോ, താൻ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കാമല്ലോ. കേജ്രിവാളിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയല്ലേ. പിയൂണിന്റെ കേസിൽ മറ്റേ ഉമ്മൻചാണ്ടി സോളാറിൽ പെടുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു എന്താ പറയാ സുപ്രീം കോടതിയാണ് കുറ്റവിമുക്തനാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ എന്താണ് അയാളെ കൂടെ ജോലി ചെയ്യുന്ന 2 പേർ, ജോപ്പന് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയത്. നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയായിട്ടും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തില്ല. ഞാൻ പറഞ്ഞ പ്രതിയാക്കണമെന്നില്ല, ചോദ്യം ചെയ്യാം.
മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ഒരാളൊരു തെറ്റ് ചെയ്താൽ അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഇനി ബി.ജെ.പിയുടെ സമീപനം ഇഡി മകനെതിരെ എന്തോ ഒരു സമൻസ് അയച്ചു. അത് സമൻസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും പോട്ടെ, നമുക്കറിയില്ല എന്താ. എനിക്ക് തോന്നുന്നു ആ ലാവലിൻ കേസ് നടക്കുന്ന സമയത്ത് ഈ മകന് എത്ര പ്രായം ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ലാവലിൻ കേസിലല്ല മകനെ കൊടുത്തേക്കണം, അത് വേറെ ഇതുമായിട്ട് ബന്ധമില്ല. അതുപോട്ടെ. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഇനി ബി.ജെ.പിയുടെ കോർട്ടിലാണ് ബന്ധം. UDF ഭരിക്കുന്നു, CPM പ്രതിപക്ഷത്തിരിക്കുന്നു, BJP പ്രതിപക്ഷത്തിരിക്കുന്നു. ഈ UDF-നെ അറ്റാക്ക് ചെയ്യുന്നത് കുറച്ച് മനസ്സിലാവും. പക്ഷെ UDF-നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് BJP-ക്ക് ഇനി ഗുണമില്ല. BJP-ക്ക് ഗുണം വേണമെങ്കിൽ CPM-ന്റെ വോട്ട് ബേസ് വേണം, തകർക്കണം എന്ന് തീരുമാനിച്ചാൽ, CPM-നെ അവർ പ്രതിയാക്കിയാൽ, CPM-ന്റെ പേരിൽ ഈ കേസുകൾ എടുത്താൽ ഗുണമുണ്ടോ എന്ന് BJP കണ്ടാൽ അത് ചെയ്യും. ഇതൊന്നും യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലല്ലോ, രാഷ്ട്രീയമല്ല. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം മാത്രമാണ്. ഏത് അനീതിയും നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി മറച്ചു വെക്കും. BJP സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു വിശ്വാസമില്ല. കാരണം എന്താ, ഇപ്പൊ വലിയ കൊടിയ അഴിമതിക്കാരെന്ന് BJP പറഞ്ഞ ആളുകൾ സുവേന്ദു അധികാരിയൊക്കെ BJP വാഷിംഗ് മെഷീനിലേക്ക് ഹിമന്ത അതിപ്പോ മറ്റേ ഇയാൾ രാഘവ ചദ്ദ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവരും അഴിമതിക്കാർ. നാളെ കേജ്രിവാൾ BJP പോയാൽ കേജ്രിവാൾ നല്ല മനുഷ്യനാവും, അത്രേ ഉള്ളൂ. അഴിമതിയെല്ലാം തേച്ച് മാറ്റി, അഴിമതിയെല്ലാം കളഞ്ഞു കളയും. അപ്പൊ അതുകൊണ്ട് നാളെ പിണറായി വിജയൻ BJP-ക്ക് പോകുന്നല്ല, പിണറായി വിജയൻ BJP-യുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ വല്ല സാധ്യതയുണ്ടോ കേരളത്തിൽ? പക്ഷെ അത് അധികകാലം പോവില്ല. മാത്രമല്ല CPM നേരിടുന്ന വേറൊരു പ്രതിസന്ധിയുണ്ട്. പിണറായി വിജയന്റെ ലീഡർഷിപ്പ് പോയാൽ പുതിയൊരു ലീഡർഷിപ്പ് വരണം. അത് പാർട്ടിയുടെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തും. ഇപ്പൊ എല്ലാവരും പിണറായി വിശ്വാസ്യതയുടെ പുറത്താണ് പാർട്ടി നിൽക്കുന്നത്. ഇപ്പൊ എം വി ഗോവിന്ദനും ശ്യാമളയുടെ ഒക്കെ പിണറായി ഉള്ളതുകൊണ്ടാണ്. TK ഗോവിന്ദൻ പറഞ്ഞ അതാ, പിണറായി വിജയൻ അറിഞ്ഞിട്ടാണ് ചെയ്തത് ശ്യാമളെ സ്ഥാനാർത്ഥിയാക്കി, അല്ലാതെയല്ല. അപ്പൊ പ്രശ്നം വെച്ചാൽ പിണറായി വിജയൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ചോദ്യം ചെയ്യില്ല. നേരെ മറിച്ച് ആ ചോദ്യം വന്നാൽ, ആ ഘടനയിൽ വന്നാൽ, നാളെ പിണറായിയുടെ പേരിൽ നടപടി എടുത്തോട്ടെ എന്ന് പാർട്ടിക്കകത്ത് തന്നെ ആളുകൾ വിചാരിക്കും. പിണറായി ആ ഒരു ഇപ്പോൾ ഉള്ള സ്വീകാര്യത പിണറായിക്ക് ലഭിക്കില്ല, ഉണ്ടാവില്ല, ഉറപ്പല്ലേ? അത് അധികാര ഘടനയിൽ പിണറായി ഇപ്പൊ നമ്മൾ ചോദിച്ചല്ലോ, പിണറായി പ്രതിപക്ഷ നേതാവാകുക. 99% പാർട്ടിക്കാരും പറയുന്നു ആവില്ല. പ്രതിപക്ഷ നേതാവ് അത് വേറെ കഥ. ആരാ ജയിക്കണേന്ന് അറിയട്ടെ, എന്നിട്ട് പറയാം. ജയിക്കണവരനുസരിച്ചല്ലേ പറയാൻ പറ്റൂ. അതല്ല, പിണറായി ആവില്ല. പിണറായി ജയിക്കുകയും ചെയ്യും, പിണറായി ആവൂല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. അതിന് കാരണം ഇനി പിണറായി ലൈമിൽ MLA ആയിട്ട് തുടരുമോ? അതെന്താ ചെയ്യാന്നുള്ള അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം വന്നാൽ വേറെ രാജിവെച്ച് വേറെ ആളെ ജയിപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അല്ല, അത് അദ്ദേഹത്തിന് തീരുമാനിച്ചാൽ അദ്ദേഹം തീരുമാനിക്കണം. ഇതിന് അസംബ്ലി വരാൻ പറ്റില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ വേണ്ടി വരാം. മാത്രമല്ല, ഇപ്പൊ ഏതെങ്കിലും വേറൊരാൾ ഒരു നേതാവായിരുന്നിട്ട് അയാളുടെ കീഴിൽ പിണറായി വന്നിരുന്ന് ചെയ്യാന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ അത്ര ഇതൊന്നും പിണറായിക്ക് ഉണ്ടാവില്ല. ഉമ്മൻചാണ്ടി അങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ, രമേശ് ചെന്നിത്തലിന്റെ കീഴിലും സതീശന്റെ കീഴിലും ഇരുന്നുണ്ട്. എന്നുവെച്ചാൽ രമേശ് ചെന്നിത്തലിന്റെയും സതീശന്റെയും കീഴിൽ ഇരുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അതുപോലെ പിണറായി വിജയൻ ഇരിക്കില്ല. രണ്ട് ക്യാരക്ടറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയില്ല. അപ്പൊ പിണറായി വിജയൻ എന്ത് നിലപാടെടുക്കും, സെൻട്രൽ ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഈ കേസുകളുടെ ഭാവി ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇപ്പൊ ഇനി വേറൊന്ന്, ഇപ്പൊ ഈ CMRL-മായി ബന്ധപ്പെട്ട കേസ് ഞാൻ കണക്കാക്കുന്നത് കോൺഗ്രസിനകത്ത് പോലും CMRL-ന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. UDF-ലുണ്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം CMRL-നെ കൊടുക്കണ്ട എന്ന് കേരള ഗവൺമെന്റ് തീരുമാനിച്ചാൽ, അത് ആ ഒരു കേസിന്റെ കാര്യം സ്വാഹ.